ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററായ ചിത്രങ്ങൾക്ക് ജീവൻ പകരാം എന്ന പാഠഭാഗത്തു നിന്നും മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചിത്രങ്ങൾക്ക് ജീവൻ പകരാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചെയ്യുന്നത് ആനിമേഷനാണ്. അതായത് നിശ്ചലമായി നിൽക്കുന്ന ചിത്രങ്ങൾ തുടർച്ചയായി വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ ആ ചിത്രങ്ങൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് നമ്മുടെ കണ്ണിന്റെ പ്രത്യേകതയായ റെക്ടിഫിക്കേഷൻ കാരണമാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. അതായത് ഒരു ചിത്രം ഒന്നിലധികം ചിത്രങ്ങൾ കുറെ ഫ്രെയിമുകളിലായിട്ട് അടുക്കി വെച്ച് ഈ ഫ്രെയിമുകൾ തുടർച്ചയായി വേഗത്തിൽ ചലിപ്പിക്കും. അപ്പൊ ആ ചിത്രങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ കണ്ണിലൂടെ കണ്ണിലൂടെ മിന്നി മറയുമ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ ചലിക്കുന്നതായിട്ട് തോന്നും. ഇതാണ് ആനിമേഷന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മരത്തിന് മുകളിൽ നിന്നും ദൂരേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ആനിമേഷൻ ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇതിനായി എക്സാം ഡോക്യുമെന്റ്സിലെ ഓപ്പൺ ടൂൾസ് ആദ്യം നമ്മൾ ഹോമിൽ നിന്നും ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. പിന്നെ ഓപ്പൺ ടൂൾസിൽ സീനിന് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. സീനിന്റെ പേര്, ക്യാമറ സൈസ്, യൂണിറ്റ്, ഫ്രെയിം റേറ്റ്, ഇതൊക്കെ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ആനിമേഷൻ ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിലേക്ക് സീനറി 1, ബേർഡ്, മ്യൂസിക് എന്നീ ചിത്രങ്ങളും കൂടി ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചെയ്യാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സാം ഡോക്യുമെന്റ്സിലുള്ള ഓപ്പൺ ടൂൾസിനെ നമ്മൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് ഒന്ന് കോപ്പി ചെയ്യണം. നമ്മൾ ഹോം ഫോൾഡർ തുറക്കുക, എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ തുറക്കുക, അതിൽ ഓപ്പൺ ടൂൾസിലുള്ള എക്സാം ഡോക്യുമെന്റ്സിലുള്ള ഓപ്പൺ ടൂൾസ് എന്ന ഫോൾഡറിനെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ഈ ഫോൾഡറിനെ നമ്മുടെ ഹോമിലെ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ആനിമേഷൻ തയ്യാറാക്കാനായിട്ട് ഓപ്പൺ ചെയ്യാം. ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്തു, OP എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ സീൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സീൻ നെയിം എന്താണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഈ ബോക്സിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ജസ്റ്റ് കഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നീല ഷെയ്ഡിങ് വരും. അതിനുശേഷം സീൻ 1 എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാമറ സൈസ് HD 720 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് പിക്സലാണ്. മാറ്റമുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് പിക്സലിലേക്ക് മാറ്റണം. ഫ്രെയിം പെർ റേറ്റ് എന്ന് പറയുന്നത് 24 മാറ്റി 12 ആക്കി കൊടുക്കണം. ക്രിയേറ്റ് സീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ ആനിമേഷൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സീൻ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇവിടെ ആനിമേഷൻ മോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ടൂൾ ബോക്സ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ സ്ക്രീന്. ഇവിടെയായിട്ട് ഒരു എക്സ് ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എക്സ് ഷീറ്റിലെ ഓരോ കോളങ്ങളിലായിട്ടാണ് നമ്മൾ പിക്ചറുകള് ലെയറുകളായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പിക്ചർ ഇൻസേർട്ട് ചെയ്യാനായി 1ാമത്തെ കോളത്തിലെ 1ാമത്തെ സെല്ലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി മൈ ഡോക്യുമെന്റ്സിലാണ് നമ്മൾ പിക്ചർ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മൈ ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്ത് സീനിയറി 1 ആണ് നമ്മൾ ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. ആ പിക്ചറിൽ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നമ്മളുടെ 1ാമത്തെ സെല്ലിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് വന്നിരിക്കുന്നു. ഇത് ഒരു ഫ്രെയിമിൽ മാത്രമാണുള്ളത്. ഇത് 60 ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യാനായി 1ാമത്തെ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഇവിടെ ഒരു ചെറിയ ഒരു ലൈൻ ഉണ്ട്. അവിടെ അമർത്തിപ്പിടിച്ച് 60ാമത്തെ ഫ്രെയിമിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 60 ഫ്രെയിം ആകുമ്പോൾ നമ്മൾ മൗസിൽ നിന്ന് കൈയെടുക്കണം. ഇത് പ്രയാസമായി തോന്നുകയാണ് എങ്കിൽ 1ാമത്തെ സെല്ലിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ റിപ്പീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ഫ്രെയിം 2 എന്നത് മാറ്റി അവിടെ 60 എന്ന് ടൈപ്പ് ചെയ്ത് അപ്ലൈ എന്ന് കൊടുക്കുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? 1ാമത്തെ ഫ്രെയിമിലുള്ള ചിത്രത്തിന്റെ കോപ്പി 60 ഫ്രെയിമുകളിലേക്ക് പേസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് 60 ഫ്രെയിമുകളിൽ സെറ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബേർഡിന്റെ പിക്ചർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇപ്പൊ 2ാമത്തെ കോളത്തിലെ 1ാമത്തെ സെല്ലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
വീണ്ടും നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തു വെച്ച ഫോൾഡർ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് ആ ബേർഡ് എന്ന് പറയുന്ന പിക്ചറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും ഓപ്പൺ ആകും. ആ പിക്ചറിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേർഡിന്റെ പിക്ചർ രണ്ടാമത്തെ കോളത്തിലേക്ക് ഇൻസേർട്ട് ആയി. ഈ പിക്ചറിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കൂ. ഓരോ സെല്ലുകളിലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള 6 പിക്ചറുകളുടെ ഒരു ശ്രേണിയാണ് ഇതിലേക്ക് ഇൻസേർട്ട് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6 പിക്ചറുകൾ സെലക്ട് ചെയ്ത് 60 ഫ്രെയിമുകളിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനായി ഒന്നാമത്തെ സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം 6ാമത്തെ ഫ്രെയിമിലേക്ക്. ഇവിടെ അമർത്തി പിടിച്ച് താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇപ്പൊ ഇത്രയും സെല്ലുകൾ സെലക്ഷൻ ആയി. അടുത്തതായിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ് ടു ഫ്രെയിം എന്നത് 60 എന്ന് കൊടുക്കുക. അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് നമ്മൾ ക്ലോസ് ചെയ്യും. ഇപ്പൊ നോക്കൂ, 6 പിക്ചറുകള് 60 ഫ്രെയിമുകളിലായിട്ട് കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു മ്യൂസിക് ഇൻസേർട്ട് ചെയ്യാനാണ്. മൂന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ സെല്ലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ലോഡ് ലെവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൈ ഡോക്യുമെന്റ്സിലെ ഓപ്പൺ ടൂൾസിൽ നിന്നും മ്യൂസിക് എന്ന പിക്ചറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ്, പിക്ചർ അല്ല മ്യൂസിക്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇതാ നമ്മുടെ മ്യൂസിക് നമ്മളുടെ കോളത്തിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പിക്ചറുകളും മ്യൂസിക്കും എക്സ് ഷീറ്റിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞു. അടുത്തതായി നമുക്കിത് ആനിമേഷൻ ചെയ്യുകയാണ് വേണ്ടത്. ആനിമേഷൻ ചെയ്യാനായിട്ട് ടൂൾ ബോക്സിലെ ഫസ്റ്റ് ടൂളാണ് ആനിമേഷൻ ടൂള്. ഈ ടൂളുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സെലക്ഷൻ ടൂളാണ്, ഇവിടെ ബ്രഷ് ടൂളാണ്, ഇത് ജോമെട്രിക് ടൂളുകളാണ്. നമുക്ക് ജോമെട്രിക് ഷേപ്പുകളൊക്കെ വരയ്ക്കാനുള്ള ടൂളുകളാണ്. ഇതൊക്കെ തിയറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ടൂളിന്റെയും അടുത്ത് നമ്മൾ മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ ടൂളുകളുടെ പേര് എഴുതി കാണിക്കും. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യണം. തിയറി എക്സാമിന് ചോദിച്ചതായി കണ്ടിരിക്കുന്നു. ഓക്കെ, ആനിമേഷൻ ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഇനി ആനിമേഷൻ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പൊസിഷൻ എന്ന ഓപ്ഷനാണ് ആക്റ്റീവായി കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ പിക്ചറിനെ സെലക്ട് ചെയ്ത് ഓക്കെ, ഒന്നാമത്തെ ബേർഡിന്റെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആനിമേഷൻ ടൂള് സെലക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ഈ പിക്ചറിനെ സെലക്ട് ചെയ്ത് ബേർഡിനെയാണ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ ബേർഡിന്റെ പിക്ചറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആനിമേഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഫ്രെയിമിൽ ബേർഡ് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ കൊണ്ടെത്തിക്കണം. ഇപ്പൊ ഒന്നാമത്തെ ഫ്രെയിമിൽ നമ്മൾ പിക്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ ഒരു ലോക്ക് ഫ്രെയിം ആയിട്ട് മാറിയിട്ടുണ്ട്, ഒരു കീ ഫ്രെയിം ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 60ാമത്തെ ഫ്രെയിമിൽ പിക്ചർ എവിടെയാണോ അവിടേക്ക് മാറ്റിവെക്കണം. ഇനി ഒരു കാര്യം കൂടി, ഈ പിക്ചറിനെ നമുക്കൊന്ന് റീസൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ പൊസിഷന് പകരം സ്കെയിൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചറിനെ നമുക്ക് ഇതുപോലെ വലുതാക്കാൻ പറ്റും. അടുത്ത് നിൽക്കുമ്പോൾ പിക്ചർ കുറച്ച് വലുതായിട്ടാണ് കാണേണ്ടതെങ്കിൽ ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് വലുതാക്കി കൊടുക്കുക. ഇപ്പൊ ഒന്നാമത്തെ പിക്ചറിന്റെ പൊസിഷനും സ്കെയിലിനും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് 60ാമത്തെ ഫ്രെയിമിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക. 60ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പൊസിഷൻ ബട്ടൺ സെലക്ട് ചെയ്ത് 60ാമത്തെ ഫ്രെയിമിൽ പിക്ചർ എവിടെയാണോ വേണ്ടത് അവിടേക്ക് നീക്കി വെക്കണം. ഇനി പൊസിഷന് പകരം സ്കെയിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിനെ ഒന്ന് റീസൈസ് ചെയ്യാം. ഓക്കെ, ദൂരേക്ക് പറന്നു പോകുന്ന പക്ഷിയാണ്. ദൂരെ എത്തുമ്പോൾ പിക്ചർ റീസൈസ് ആവണം. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കി അത് പറന്നു പോകുന്നതായിട്ട് കാണിക്കാൻ പൊസിഷൻ സെലക്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെക്കുക. ഇപ്പൊ നമ്മൾ പിക്ചർ ഓരോ ഫ്രെയിമുകളിലായിട്ട് ഓരോ പൊസിഷനിലേക്ക് മാറ്റി വെച്ചു. ഇനി ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ഇതൊന്ന് പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലേ ബട്ടന്റെ ഇവിടെ ആയിട്ട് ഫസ്റ്റ് ഫ്രെയിം എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നമ്മുടെ ബേർഡ് നല്ല ഉഷാറായിട്ട് പറന്നു പോകും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമ്മളൊരു വീഡിയോ ഫയലായിട്ട് മാറ്റാം. അതിനായിട്ട് റെൻഡർ എന്ന ഓപ്ഷനിൽ ഔട്ട്പുട്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് ഓപ്ഷൻ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് 1 മിനിറ്റ് 1 സെക്കൻഡ് സമയം നമ്മുടെ മ്യൂസിക് കുറച്ച് കൂടുതൽ ഫ്രെയിമുകളിലേക്കായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ മ്യൂസിക്കിന്റെ ഇവിടം മുതലുള്ള ഭാഗം ബാക്കി ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത്
അത്രയും ഭാഗത്തിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സെൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം റിപ്പീറ്റ് ആവാതെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആവശ്യമുള്ള ഭാഗത്ത് മാത്രം മ്യൂസിക് ഇൻസേർട്ട് ചെയ്തു, ബാക്കിയുള്ള ഫ്രെയിമുകളിലെ മ്യൂസിക് അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിനെ വീഡിയോ ഫയലാക്കി മാറ്റുന്നത്. അതിനായി റെൻഡർ എന്ന ഓപ്ഷനിൽ ഔട്ട്പുട്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഫയൽ സെറ്റിംഗ്സ് എന്നതിട്ട് സേവ് ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് ഔട്ട്പുട്ട് നൽകേണ്ടത്. അതായത് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡോക്യുമെന്റ്സിലെ 3 ഡോട്ട്സിൽ നിന്നും എക്സാംപ്റ്റൻ പ്രൊഡക്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ചൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നെയിം നമ്മളോട് നമ്മളുടെ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യാനാണ് എല്ലാ ക്വസ്റ്റ്യൻസും പറയുക. നമ്മൾ രജിസ്റ്റർ നമ്പർ അതിന്റെ കൂടെ അണ്ടർസ്കോർ ക്വസ്റ്റ്യന്റെ പേര് കൂടി നൽകണം. അതിനുശേഷം ഇവിടെ MP4 എന്ന എക്സ്റ്റൻഷൻ കൂടി നൽകി റെൻഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരല്പസമയം വെയിറ്റ് ചെയ്യണം. ആ വീഡിയോ MP4ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത MP4 ഫയല് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ടീച്ചറിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഹോം ഫോൾഡർ ഇത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്കാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോം ഫോൾഡർ തുറന്നു. ഹോം ഫോൾഡറിലെ exam10 പ്രൊഡക്റ്റിലാണ് നമ്മൾ സേവ് ചെയ്തത്. നമ്മൾ സേവ് ചെയ്ത് തയ്യാറാക്കിയ ഫയൽ ഇതാ മ്യൂസിക്കോട് കൂടി ബേർഡ് പറന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലാണ് ആനിമേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചറുകളും അതിൽ ഉൾപ്പെടുത്തേണ്ട പിക്ചറുകൾക്കും മാത്രമേ മാറ്റം വരൂ. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.